നമസ്കാരം. തെക്ക് കിഴക്കൻ ഏഷ്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത അത്ഭുതമാണ് സുവർണ നിറത്തിൽ തലയുയർത്തി നിൽക്കുന്ന ആയിരക്കണക്കിന് പഗോഡകളുള്ള ക്ഷേത്രങ്ങളും നിറഞ്ഞ മ്യാൻമാറിലെ പുരാതന നഗരമായ ബഗാൻ. ലോകത്തിലെ ഏറ്റവും വലിയ ആർക്കിയോളജിക്കൽ സൈറ്റായ ബഗാനിൽ 9-ാം നൂറ്റാണ്ടിനും 13-ാം നൂറ്റാണ്ടിനുമിടയിൽ നിർമ്മിച്ച 4000-ഓളം ക്ഷേത്രങ്ങളുടെ ശേഷിപ്പുകൾ ഇന്നും നിലനിൽക്കുന്നു. കംബോഡിയയിലെ ആങ്കോർ വാറ്റിനും ഇന്തോനേഷ്യയിലെ പ്രാംബനാനും സമാനമായി മ്യാൻമാറിലെ വിനോദസഞ്ചാര മേഖലയുടെ പ്രധാന ആകർഷണമാണ് ബഗാൻ ആർക്കിയോളജിക്കൽ സോൺ. മ്യാൻമാറിനെ ചരിത്രപരമായി ഏകീകരിച്ച പഗാൻ രാജവംശത്തിന്റെ തലസ്ഥാനമായിരുന്നു 9-ാം നൂറ്റാണ്ട് മുതൽ 13-ാം നൂറ്റാണ്ട് വരെ ഈ ക്ഷേത്ര നഗരി. അക്കാലത്ത് വ്യാപാരത്തിനും ബുദ്ധമത പഠനത്തിനും മറ്റുമായി വിവിധ രാജ്യങ്ങളിൽ നിന്ന് ധാരാളം പേർ ബഗാനിൽ എത്തിയിരുന്നു. ബഗാനിൽ അവശേഷിക്കുന്ന ഏക ഹിന്ദു ക്ഷേത്രമാണ് നാത്ലാങ് ച്യാങ് ക്ഷേത്രം. ബഗാനിലെ ഏറ്റവും പഴക്കം ചെന്ന ക്ഷേത്രങ്ങളിൽ ഒന്നായ നാത്ലാങ് ച്യാങ് വിഷ്ണുവിനാണ് സമർപ്പിച്ചിരിക്കുന്നത്. നാത്ലാങ് ച്യാങ് എന്നാൽ നാഥന്മാരെ കുടിയിരുത്തിയിരിക്കുന്ന ഇടമെന്നാണ് അർത്ഥം. ധോഗവാദ ബുദ്ധമതം പ്രബലമാകും മുമ്പ് മ്യാൻമാറിൽ നിലനിന്നിരുന്നതാണ് നാഥ് ആരാധനാ സമ്പ്രദായം. ഒരു കൂട്ടം രക്ഷാദേവതകളാണ് നാഥന്മാർ. ഇന്ന് ഘോരവാദ ബുദ്ധമതത്തിന്റെ ഭാഗമായി തന്നെ നാഥ് ആരാധന നിലനിൽക്കുന്നുണ്ട്. അനവ്രത രാജാവിന്റെ ഭരണകാലത്താണ് നാത്ലാങ് ച്യാങ് ക്ഷേത്രം പണി കഴിപ്പിച്ചത്. CE 1044 മുതൽ CE 1077 വരെ മ്യാൻമാർ ഭരിച്ചിരുന്ന അനവ്രത രാജാവാണ് പഗാൻ രാജവംശം സ്ഥാപിച്ചതും ഘോരവാദ ബുദ്ധമതം ഔദ്യോഗികമാക്കിയതും. ഘോരവാദ ബുദ്ധമതം സ്ഥാപിക്കപ്പെടുന്നതിനായി പഴയ ആരാധനാമൂർത്തികളെ മറ്റെല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും മാറ്റി കുടിയിരുത്തിയതിനാലാണ് ഈ ക്ഷേത്രം വീണ്ടും നിർമ്മിച്ചത്. പുരാവസ്തു തെളിവുകൾ സൂക്ഷിപ്പിച്ചിരിക്കുന്നത് ലാംഗ്ലാങ് ച്യാങ് ക്ഷേത്രത്തിന് ഒരു കാലത്ത് വലിയ വിസ്തീർണവും ഘടനയും ഉണ്ടായിരുന്നുവെന്നാണ്. ഇപ്പോൾ മധ്യഭാഗം അവശേഷിക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥ ക്ഷേത്രത്തിന്റെ പല ഘടനകളും അപ്രത്യക്ഷമായി. ഗൗതമ ബുദ്ധൻ ഉൾപ്പെടെ വിഷ്ണുവിന്റെ 10 അവതാരങ്ങളുടെ പ്രതിമകൾ ഈ ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നു. എന്നിരുന്നാലും ഇന്ന് 7 മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. പ്രധാന വിഗ്രഹം 1890-ൽ കൊള്ളയടിക്കപ്പെട്ടു. അതിപ്പോൾ ബെർലിനിലെ ദഹ്ലോം മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. നിരന്തരം ഉണ്ടാകുന്ന ഭൂകമ്പങ്ങൾ ബഗാനിലെ പല നിർമ്മിതികളെയും തകർത്തിട്ടുണ്ട്. 1904-നും 1975-നും ഇടയിൽ 400-ലധികം ഭൂകമ്പങ്ങൾ ബഗാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള വാർത്തക സംഘങ്ങളും ബാർമീസ് രാജകീയ സേവനമനുഷ്ഠിച്ചിരുന്ന ബ്രാഹ്മണ പുരോഹിതന്മാർക്കും വേണ്ടിയായിരുന്നു ബഗാനിലെ വിഷ്ണു ക്ഷേത്രം നിർമ്മിച്ചിരുന്നത്.